ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നു പഞ്ചതന്ത്രത്തിലെ ഒരു പുതിയ കഥ. അതിന്റെ പേരാണ് സൂത്രശാലി കുറുക്കൻ. ഒരു ഗ്രാമത്തിൽ വിജയ് എന്നൊരു കർഷകൻ വസിച്ചിരുന്നു. വിജയന് ഒരു കുതിരയുണ്ടായിരുന്നു. അതൊരുപാട് വയസ്സായതായിരുന്നു. കുതിര ഏറെക്കാലമായി കർഷകന്റെ കൂടെ ആയിരുന്നു. കുതിരയുടെ ചെറുപ്പകാലത്ത് കർഷകൻ അതിനെക്കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുതിര അസമർത്ഥനായതിനാൽ അയാൾ അതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചിരുന്നു. കർഷകൻ കുതിരയോട് വീടിന് വെളിയിൽ വനത്തിലേക്ക് പോകാൻ പറയുന്നു. ദേ നോക്ക്, നീ എന്നെ ഒരുപാട് സേവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിന്നെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. നിന്റെ ചെലവാണെങ്കിൽ എനിക്ക് താങ്ങാനും കഴിയുന്നില്ല. നീ ഇവിടെ നിന്ന് അകലെ വല്ല കാട്ടിലേക്കും പോയിക്കോളൂ. കുതിര തന്റെ യജമാനനിൽ നിന്ന് അകന്നു കഴിയുന്നതിനെ കുറിച്ച് ആലോചിച്ച് വല്ലാതെ അസ്വസ്ഥനാകുന്നു. തന്റെ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ യജമാനനോട് പറയുന്നു, മുതലാളി, ഞാൻ അങ്ങയുടെ വളരെ പഴയ സേവകനാണ്. ഞാൻ എന്റെ ജീവിതം മുഴുവൻ അങ്ങയെ സേവിച്ചാ കഴിഞ്ഞത്. എന്തെന്ന് ഞാൻ അങ്ങയോട് ആത്മാർത്ഥത പുലർത്തിയിട്ടുമുണ്ട്. അധ്വാനിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും ഞാൻ വിസമ്മതിച്ചിട്ടില്ല. എന്റെ ഉള്ളിൽ അധ്വാനിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നിടത്തോളം കാലം അങ്ങ് ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് എന്റെ ശരീരത്തിന് കെൽപ്പില്ലാതായതോടെ അങ്ങ് എന്നോട് വീട്ടിൽ നിന്ന് പോകാനായി പറയുന്നു. ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചതിന് ഇതാണോ എനിക്ക് കിട്ടുന്ന ഫലം? കുതിരയുടെ ഈ വാക്കുകളൊന്നും വിജയനെ അല്പം പോലും ഏശിയില്ല. കാരണം വിജയ് വളരെ ചതിയനും സ്വാർത്ഥനുമായിരുന്നു. അയാൾ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ ഒരു വഴി ആലോചിക്കുന്നു. അവൻ കുതിരയോട് പറയുന്നു, ശരി, നിനക്ക് എന്റെ വീട്ടിൽ തന്നെ കഴിയാം. പക്ഷേ നീ എനിക്ക് സിംഹത്തിന്റെ തോല് കൊണ്ടുവന്നു തന്നാൽ മാത്രം. വിജയന് അറിയാമായിരുന്നു തന്റെ കുതിരയ്ക്ക് സിംഹത്തെ കൊല്ലുന്നത് ഏറെക്കുറെ അസാധ്യമാണെന്ന്. അയാൾ ചിന്തിക്കുന്നു, ഇവനൊരിക്കലും സിംഹത്തെ കൊന്ന് അതിന്റെ തോല് കൊണ്ടുവന്ന് തരാനാകില്ല. അതുകൊണ്ട് അവന് വനത്തിൽ തന്നെ കഴിയേണ്ടി വരും. അഥവാ ഇവൻ സിംഹത്തിന്റെ തോല് കൊണ്ടുവന്നാൽ തന്നെ എനിക്കത് വിറ്റ് കണ്ടമാനം പണം സമ്പാദിക്കാൻ കഴിയും. അപ്പോൾ ഇവന്റെ ചെലവും നടന്നോളും. കർഷകന്റെ വാക്കുകൾ കേട്ടപ്പോൾ കുതിരയ്ക്ക് കാട്ടിലേക്ക് പോകുന്നതല്ലാതെ വേറെ നിവൃത്തിയില്ലാതായി. അങ്ങനെ അവൻ വനത്തിലേക്ക് പുറപ്പെടുന്നു. വനത്തിലെത്തി കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കുതിര ഒരു കുറുക്കനെ കണ്ടുമുട്ടുന്നു. കുറുക്കൻ വളരെ ബുദ്ധിമാനായിരുന്നു. എന്നാൽ തന്റെ സ്വഭാവത്തിന് വിപരീതമായി വളരെ ദയാലുവായിരുന്നു. അവൻ കുതിരയെ സൂക്ഷിച്ചു നോക്കുന്നു. ആ കുതിര വളരെ വിഷമത്തിലാണെന്ന് കാണുന്നു. അവൻ കുതിരയോട് ചോദിക്കുന്നു, കുതിരച്ചേട്ടാ, ചേട്ടനെന്താ വല്ലാത്ത വിഷമം പോലെ? കുതിര കുറുക്കനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. കുതിരയുടെ വാക്കുകൾ കേട്ടപ്പോൾ കുറുക്കന് വല്ലാത്ത ദുഃഖം തോന്നി. കുറുക്കന് വനത്തിൽ അത്യന്തം ക്രൂരനും വനത്തിലെ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടിരുന്നതുമായ ഒരു സിംഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു. ആ സിംഹം ഒരു കാര്യവുമില്ലാതെ മൃഗങ്ങളെ കൊന്ന് തന്റെ ഇരയാക്കുമായിരുന്നു. കുറുക്കൻ കുതിരയോട് പറയുന്നു, ചേട്ടന്റെ കാര്യത്തിൽ വലിയ അന്യായമാണ് നടന്നിരിക്കുന്നത്. സാരമില്ല, സിംഹത്തെ കൊല്ലുവാൻ ഞാൻ ചേട്ടനെ സഹായിക്കാന്നേ. കുറുക്കൻ കുതിരയെ സഹായിക്കുവാനായി തയ്യാറാകുന്നു. എന്നിട്ട് അവൻ കുതിരയോട് പറയുന്നു, കുതിരച്ചേട്ടാ, ഈ വനത്തിൽ ദുഷ്ടനായൊരു സിംഹം വസിക്കുന്നുണ്ട്. അവനെ കൊന്നാൽ നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുണ്ടാകും. ചേട്ടൻ ഇവിടെ കിടക്ക്, എന്നിട്ട് അഭിനയിക്ക് ചേട്ടൻ മരിച്ചുപോയതായിട്ട്. ശരി, നീ പറയുന്നത് പോലെ. കുതിര കുറുക്കനെ വിശ്വസിച്ച് അവനെ അനുസരിക്കുന്നു. എന്നിട്ട് നിലത്ത് മരിച്ചതുപോലെ കിടക്കുന്നു. കുറുക്കൻ വനത്തിൽ ആ സിംഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് പറയുന്നു, മഹാരാജാവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വാർത്ത? ഇവിടെ നിന്ന് അല്പം അകലെയായി ഒരു തടിച്ച കുതിര ചത്തുകിടപ്പുണ്ട്. അവന്റെ മാംസം വളരെ സ്വാദിഷ്ടമാണ്. വേറെ ഏതെങ്കിലും മൃഗം ആ കുതിരയെ അവരുടെ ഭക്ഷണമാക്കുന്നതിന് മുൻപ് അതിനെ അങ്ങ് ഭക്ഷിച്ചോളൂ. സിംഹം കുറുക്കന്റെ വലയിൽ വീഴുന്നു. അവൻ കുറുക്കനോടൊപ്പം കുതിരയെ തിന്നാൻ പുറപ്പെടുന്നു. സിംഹം കുതിര നിലത്ത് ചത്തതുപോലെ കിടക്കുന്ന ആ സ്ഥലത്ത് എത്തുന്നു. കുറുക്കൻ സിംഹത്തോട് പറയുന്നു, മഹാരാജാവേ, നമുക്ക് ഈ കുതിരയെ കുറ്റിക്കാട്ടിന്റെ മറവിലേക്ക് കൊണ്ടുപോകാം. അവിടെ നമുക്ക് ഇതിനെ സുഖമായി ഭക്ഷിക്കാം. സിംഹം കുറുക്കനോട് ചോദിക്കുന്നു, നമ്മൾ ഇതിനെ കുറ്റിക്കാടിന്റെ മറവിലേക്ക് എങ്ങനെ കൊണ്ടുപോകും? മഹാരാജാവേ, ഞാൻ അങ്ങയുടെ വാല് ആ കുതിരയുടെ വാലുമായി കൂട്ടിക്കെട്ടാം. അങ്ങിതിനെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കുറുക്കൻ കുതിരയുടെ വാല് സിംഹത്തിന്റെ വാലുമായി കൂട്ടിക്കെട്ടുന്നതിന് പകരം
വേഗം തന്നെ സിംഹത്തിന്റെ കാലുമായി കൂട്ടിക്കെട്ടുന്നു. എന്നിട്ട് അവൻ കുതിരയോട് പറയുന്നു, കുതിരച്ചേട്ടാ, പെട്ടെന്ന് ഓടിക്കോ. കുതിര വേഗത്തിൽ ഓടാൻ തുടങ്ങുന്നു. എല്ലാം വളരെ അവിചാരിതമായതിനാൽ സിംഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുതിര അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സിംഹത്തെ ഏതോ മരിച്ച മൃഗത്തെ പോലെ വലിച്ചിഴച്ചുകൊണ്ടു പോകുന്നു. സിംഹത്തിന് ചിലപ്പോൾ കൂർത്ത കല്ലിന്മേൽ കൂട്ടിമുട്ടി അല്ലെങ്കിൽ കുറ്റിച്ചെടിയിന്മേൽ തട്ടി പരിക്കു പറ്റുന്നു. ഏറെ മുറിവ് പറ്റിയത് കാരണം അവന്റെ രക്തം കണ്ടമാനം ഒഴുകിപ്പോകുന്നു. സിംഹം വേദന കൊണ്ട് നിലവിളിക്കുന്നു. കുതിരയോട് നിൽക്കുവാനായി അപേക്ഷിക്കുന്നു. അയ്യോ, ഞാൻ ചത്തേ, ഒന്നുമില്ലേ, അയ്യോ. കുതിര അതിവേഗം ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ സിംഹത്തിന്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു. കണ്ടമാനം ചോര വാർന്ന് അവൻ ചത്തുപോകുന്നു. കുതിര ഓടി ഓടി വനത്തിനു വെളിയിൽ തന്റെ യജമാനന്റെ അടുത്തെത്തുന്നു. വിജയിന് ചത്ത സിംഹത്തെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നു. അയാൾ കുതിരയ്ക്ക് വീട്ടിൽ താമസിക്കുവാൻ അനുവാദം നൽകുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം ഒരിക്കലും ആരുടെയെങ്കിലും കഴിവിൽ സംശയിക്കരുത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു പിന്മാറരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.